Welcome back to Learnino. Universities in Kerala, Assistant Engineer Instrumentation exam date വന്നു November 11th എക്സാം. സോ ഒരു എക്സാമിനായിട്ട് നമ്മൾ ലേണിനോ ആപ്പിൽ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡഡ് ക്ലാസ്സസും MCQസും PDF മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. സോ നമുക്ക് അതിന്റെ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് എഞ്ചിനീയറിംഗ് മാത്സ് ആണ്. അത് പക്ഷെ വെയിറ്റേജ് വളരെ കുറവാണ്. 5 മാർക്സിനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതിൽ ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, then analysis of complex variable, probability and statistics, numerical methods. കുറേ ടോപ്പിക് ഉണ്ട്. പക്ഷെ ഓരോ ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് വരാനാണ്. കാരണം 5 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് പഠിച്ചാൽ മതി. കാരണം മാത്സ് ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് മാത്സ് ഒക്കെ ടച്ച് വിട്ടിട്ടുണ്ടാവും കുറെ പേരൊക്കെ. അപ്പൊ ഒരുപാട് ഇതിലേക്ക് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വിട്ടു പോകാനും പറ്റില്ല. അപ്പൊ ആ രീതിയിൽ വേണം ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കാനായിട്ട്. സെക്കൻഡ് മോഡ്യൂളിൽ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക്സ് ആണ് വരുന്നത്. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂളുംസ് ലോ, പിന്നെ കുറച്ച് ടേംസ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി, ഗോസസ് ലോ, ഫീൽഡ്, ദെൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ്, അതൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മാഗ്നറ്റിസത്തിലാണെങ്കിൽ ബയോട്ട് സവാർട്സ് ലോ, ആംബിയസ് ലോ, കേൾ, ഫാരഡേസ് ലോ, ദെൻ ഇൻഡക്ടൻസ്, MMF, റിലക്ടൻസ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഒക്കെ വരുന്നതാണ്. മോഡ്യൂൾ 2 അഗെയിൻ 5 മാർക്ക്. അടുത്തത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് മെഷീൻസ് ആണ് 10 മാർക്കിൽ വരുന്നത്. അപ്പൊ അതിൽ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, VIR റിലേഷൻഷിപ്സ്, റെസിസ്റ്ററിന്റെ ഇൻഡക്ടറിന്റെ, അതേപോലെ തന്നെ KVL, KCL, തിയറംസ്, AC ഫണ്ടമെന്റൽസ്, ഇതിനൊക്കെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മെഷീൻസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. പക്ഷെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഒക്കെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്പെസിഫൈ ചെയ്യാം, ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അത് 10 മാർക്കാണ് വരുന്നത്. അടുത്ത മോഡ്യൂൾ 4 സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ബേസിക് ആയിട്ട് സിഗ്നൽസ്, അതിന്റെ ഓപ്പറേഷൻ സിസ്റ്റംസ്, ടൈപ്സ് ഓഫ് സിസ്റ്റം, LTI സിസ്റ്റം, പിന്നെ ഫോറിയർ സീരീസ്, കണ്ടിന്യൂസ് ടൈം, ഡിസ്ക്രീറ്റ് ടൈം, then set transformer, then DSP യുടെ കുറച്ച് ടോപ്പിക്സ് കൂടെ വരുന്നുണ്ട്. DFT അതിന്റെ പ്രോപ്പർട്ടീസ്, FFT അതെല്ലാം കൂടെ വരുന്നതാണ് മോഡ്യൂൾ 4. then മോഡ്യൂൾ 5 കൺട്രോൾ സിസ്റ്റവും പ്രോസസ് കൺട്രോളും കൂടിയാണ് വരുന്നത്. അതിന് നല്ല വെയിറ്റേജ് വരുന്നുണ്ട്. 15 മാർക്കാണ് വരുന്നത്. അതിൽ കൺട്രോൾ സിസ്റ്റം ഫുൾ ആയിട്ടും, അതേപോലെ തന്നെ പ്രോസസ് കൺട്രോളിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പാരാമീറ്റേഴ്സ്, PI, PD, PID, കൺട്രോളർ ഒക്കെയാണ് പഠിക്കാനുള്ളത്. 15 മാർക്കാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൽ ഫൈനൽ കൺട്രോൾ എലമെന്റ്, അതിൽ കൺട്രോൾ വാൾസ്, പ്രോസസ് കൺട്രോൾ സ്ട്രാറ്റജീസ്, അതെല്ലാം വരുന്നുണ്ട്. ദെൻ മോഡ്യൂൾ 6 അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. അനലോഗ് ഇലക്ട്രോണിക്സിൽ നമുക്ക് എല്ലാ ടോപ്പിക്സും ഇല്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡയോഡ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആംപ്ലിഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പാമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓസിലേറ്റർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കി പഠിച്ചാൽ മതി. 12 മാർക്ക്. മോഡ്യൂൾ 7 ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസറും ആണ്. അഗെയിൻ 13 മാർക്സ് വെയിറ്റേജ് വരുന്നതാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കോമ്പിനേഷൻ സർക്യൂട്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, then ADC, DAC എല്ലാം വരുന്നുണ്ട്. മൈക്രോ പ്രോസസറും 8085, 8086, പിന്നെ 8051 മൈക്രോ കൺട്രോളറും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോഡ്യൂൾ 8 മെഷർമെന്റ്സ് ആണ്. ദെൻ 10 മാർക്കിനാണ് വരുന്നത്. അതിൽ ബേസിക് ആയിട്ടുള്ള മെഷർമെന്റിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രിഡ്ജസ് വരുന്നുണ്ട്, ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, വോൾട്ട് മീറ്റർ, അതെല്ലാം വരുന്നുണ്ട്. 10 മാർക്ക്. ദെൻ 9th മോഡ്യൂൾ സെൻസേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. അതിന് ആണ് പിന്നെ ഒരു വെയിറ്റേജ് വരുന്ന 15 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു മോഡ്യൂൾ. ഇൻസ്ട്രുമെന്റേഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് മോഡ്യൂൾ കമ്മ്യൂണിക്കേഷനും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റേഷനും ആണ് വരുന്നത്. കമ്മ്യൂണിക്കേഷനിൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസും ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റേഷനിൽ കുറച്ച് ടോപ്പിക്സും കൂടിയാണ് വരുന്നത്. അത് പക്ഷെ വെയിറ്റേജ് കുറവാണ്. ഈ ഒരു മോഡ്യൂൾ 5 മാർക്ക്. അപ്പോൾ 5 മാർക്ക് വെയിറ്റേജ് ഉള്ള 2-3 മോഡ്യൂൾസ് ഉണ്ട്. അത് അതിനനുസരിച്ച് പഠിക്കുക. 15 മാർക്ക്, 13 മാർക്ക്, 10 മാർക്ക് ഒക്കെ വെയിറ്റേജ് ഉള്ള മോഡ്യൂൾസ് അതിനനുസരിച്ചും പഠിക്കാം. സോ നമുക്ക് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. വളരെ കുറച്ച് പേര് മാത്രമാണ്, നിയർലി 2000 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കുന്ന അറിയില്ല. എനിവേ എക്സാം സീരിയസ് ആയിട്ട് കാണുന്നവർ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കോഴ്സ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. താങ്ക് യു.